കൊച്ചിയിലെ സ്ഥിരം കാഴ്ചകളാണല്ലോ ചീനവലകൾ. കൊച്ചിയുടെ അടയാളമായി ഏത് ദൃശ്യങ്ങൾ നമ്മൾ നോക്കിയാലും അവിടെ ചീനവലകൾ ഇങ്ങനെ ഉണ്ടാവും. 6 പേരുടെയെങ്കിലും അധ്വാനം ഉണ്ടെങ്കിലേ ഒരു ചീനവല ഉയർത്താനും താഴ്ത്താനും ഒക്കെ പറ്റൂ. ഇത് രാത്രി കാലങ്ങളിലാണ് ഈ മത്സ്യബന്ധനത്തിൽ ഇറങ്ങിത്തിരിക്കേണ്ടത്. അത് ഉറക്കം നഷ്ടപ്പെടുത്തുന്നു എന്നാണ് കൊച്ചിക്കാരായ ആളുകളുടെ പരാതി. കാരണം കൊച്ചിയിൽ രാത്രി കാലങ്ങളിൽ ചീനവല വലിക്കുന്നത് ഇപ്പം മലയാളികളല്ല, അത് ഇതര സംസ്ഥാന തൊഴിലാളികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പയ്യെ അതിൽ നിന്ന് പിൻവാങ്ങി അവിടേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തിയിരിക്കുന്നു. ആ റിപ്പോർട്ട് കാണാം. മുള കൊണ്ടുള്ള ചട്ടം കൊണ്ട് നിർമ്മിച്ച വല കരയിലെ കാലുകളുമായി ബന്ധിപ്പിച്ച് കായലിലേക്ക് തൂക്കിയിടും. മുളം തണ്ടുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചീനവല കപ്പിയുടെ സഹായത്തോടെ വെള്ളത്തിലേക്ക് താഴ്ത്തുകയും വെള്ളത്തിൽ നിന്ന് ഉയർത്തുകയും ചെയ്യാൻ 6ഓളം പേരുടെ അധ്വാനം ആവശ്യമാണ്. രാത്രിയിലുള്ള ഈ മത്സ്യബന്ധനത്തിന് പക്ഷേ ഉറക്കവും നഷ്ടപ്പെടുത്തണം. അതുകൊണ്ടാണ് ഈ ജോലി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കൈമാറിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടുത്തെ ആൾക്കാർ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. എന്നാലും രാത്രി സമയത്ത് പണിയെടുക്കാനൊരു മടിയുള്ളതുകൊണ്ട്, പിന്നെ ലാഭത്തിന് വേണ്ടി അവരെ കൊണ്ട് വലിപ്പിച്ച് അവർ നല്ലോണം പണിയെടുക്കുന്നതുകൊണ്ട് അവരെ കൊണ്ട് വലിപ്പിക്കുക. അല്ലാതെ ലാഭം ഇപ്പൊ അവർക്ക് ആ ലാഭം പകുതി കൊടുക്കുന്നത്. പകുതി അല്ല, അവര് വിറ്റിട്ട് പൈസ ആയിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരും. അവര് തന്നെ രാവിലെ നമ്മൾ അറേഞ്ച് ചെയ്ത ലേലമുണ്ട്, അവിടെ കൊണ്ട് വിറ്റിട്ട് പൈസ ആയിട്ട് തന്നെ കൊണ്ടുവന്ന് തരും. രാത്രി മുഴുവൻ ചീനവല ചലിപ്പിക്കുന്നതിന്റെ കൂലി ലഭിക്കുന്ന മീനിന്റെ പകുതിയാണ്. രാത്രി ഓൺലി, മാത്രം രാത്രി. ഡെയിലി വലകില്ല. ഇതില് 2000 വരണോ, മല്ലാലിക്ക് 1000, എങ്ങോട്ട് 1000. ചൈനീസ് സഞ്ചാരിയായിരുന്ന ഷെങ് ഹെയാണ് ചീനവലകൾ ഇന്ത്യയിൽ എത്തിച്ചതെന്നും അതുകൊണ്ടാണ് ചീനവലകൾക്ക് ആ പേര് ലഭിച്ചതെന്നുമാണ് പറയപ്പെടുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.